ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷഹനാസ് ഹെൽത്തി വേൾഡ്. ഇന്ന് ഞാൻ വന്നത് ഒരു വൈറ്റ് പോയിസണിനെ കുറിച്ച് പറയാനാ. കേൾക്കുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ? അതെ, നമ്മുടെ വീട്ടിലെ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ വില്ലൻ പഞ്ചസാര. പഞ്ചസാരയാണ് നമ്മുടെ ശരീരവണ്ണം കൂട്ടുന്നതിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്നത്. പഞ്ചസാര ഡയറക്റ്റ് അല്ലാണ്ടും റിഫൈൻഡ് പഞ്ചസാരയായിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള ന്യൂട്രീഷൻ വാല്യൂ ഇല്ലാത്ത എക്സ്ട്രാ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഹൈ കലോറി ഉള്ള നമ്മുടെ ബ്രെയിനിന് എപ്പോഴും കഴിക്കണം എന്നുള്ള ക്രേവിങ്സ് തോന്നിപ്പിക്കുന്ന ഒരു വിഷവസ്തു. അതുകൊണ്ട് തന്നെയാണല്ലോ പഞ്ചസാരയെ നമ്മൾ വൈറ്റ് പോയിസൺ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാണും പഞ്ചസാര. നമ്മൾ നിത്യം ഉപയോഗിക്കുകയും ചെയ്യും. രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് നല്ലൊരു ചായ കുടിക്കും, അല്ലെ? നല്ലൊരു കാപ്പി കുടിക്കും. ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. എന്നാ നിങ്ങൾ കേട്ടോ, നിങ്ങളിങ്ങനെ പഞ്ചസാര ഡേ ബൈ ഡേ കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരഭാരം കൂടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരഭാരം പെട്ടെന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ കുറച്ചാൽ തന്നെ കുറയാത്തൊരു കാര്യമുണ്ട്, നമ്മുടെ ബെല്ലി ഫാറ്റ്. പഞ്ചസാര കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ആദ്യം പ്രകടമാകുന്ന ഒരു കാര്യമാണ് ബെല്ലി ഫാറ്റ്. തടി കുറയ്ക്കാൻ എളുപ്പമാണെങ്കിലും ബെല്ലി ഫാറ്റ് പോകാൻ മക്കളെ നിങ്ങൾ നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ടി വരും. പിന്നെ നമുക്ക് ഈ പഞ്ചസാര ഡയറക്റ്റ് ആയിട്ട് മാത്രമല്ല, ഇത് റിഫൈൻഡ് ആയിട്ട് വരുന്ന പഞ്ചസാരയാകുമ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മറ്റു പല സാധനങ്ങളുണ്ട്. കെച്ചപ്പ്, സോസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ജങ്ക് ഫുഡ്, പിസ്സ, കേക്ക്, ഐസ്ക്രീം, ഇതിലൊക്കെ പഞ്ചസാര ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും രാവിലെ ഒരു സ്പൂൺ പഞ്ചസാരയല്ലേ, ബാക്കിയുള്ള ഐറ്റംസിലൊന്നും പഞ്ചസാര ഇല്ലല്ലോ. ഇതെല്ലാം പഞ്ചസാരയുടെ വിവിധ നാമങ്ങളും വിവിധ ഭാവങ്ങളുമാണ്. അതേപോലെ നമ്മളൊരു ഷോപ്പിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് വാങ്ങുകയാണെങ്കിൽ അതിന്റെ ലേബലിൽ ഷുഗർ എന്നുള്ള ഒരു ഇത് കാണും. അതിന്റെ എല്ലാം എന്തൊക്കെ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഇപ്പം നിർമ്മാതാക്കളും വളരെ ബുദ്ധിമാന്മാരാണ്. അവര് ഷുഗർ എന്നുള്ളത് ഡയറക്റ്റ് കൊടുക്കില്ല. ഷുഗർ എന്നതിന് പകരം അവര് അതിന്റെ പരനാമങ്ങളുമാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പഞ്ചസാര എത്രത്തോളം ഡേഞ്ചർ ആണെന്നുള്ളത്? ഈ പഞ്ചസാര കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോഴേ നമുക്ക് ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കൂടും. ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കൂടുമ്പോൾ നമുക്ക് അറ്റാക്കിന് കാരണമാകും. മാത്രല്ല, നമ്മുടെ ആമാശയത്തില് നമ്മളുടെ ഫുഡ് ദഹിപ്പിക്കാനുള്ള നല്ല ബാക്ടീരിയാസ് ഉണ്ട്. ഈ നല്ല ബാക്ടീരിയാസിനൊക്കെ ഈ പഞ്ചസാര കൊല്ലും. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ഫുഡ് നല്ല രീതിയിൽ ഡൈജഷൻ ആവില്ല. ഡൈജഷൻ ആവാത്ത പക്ഷം നമുക്ക് എന്തുണ്ടാവും? കോൺസ്റ്റിപ്പേഷന്റെ പ്രശ്നം ഉണ്ടാവും, മലബന്ധം ഉണ്ടാവും. അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ വയറ് വീർത്തിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യും. പിന്നെ ഈ പഞ്ചസാരന്റെ അളവ് നമ്മുടെ രക്തത്തിൽ കൂടുന്നതിനനുസരിച്ച് നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങളിലേക്ക് വഴിതെളിക്കുന്നുണ്ട്. ടൈപ്പ് 2 ഡയബറ്റിക് ഇപ്പൊ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ടൈപ്പ് 2 ഡയബറ്റിക്. അത് എന്തുകൊണ്ടാ? നമ്മൾ മുതിർന്നവരായിക്കോട്ടെ ചെറിയ കുട്ടികളായിക്കോട്ടെ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ജങ്ക് ഫുഡും ഇങ്ങനത്തെ കേക്കും പാസ്തയും ഒക്കെയാണ്. അപ്പൊ ഇതിലൊക്കെ ധാരാളമായിട്ട് ചീത്ത കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട്. ഈ ചീത്ത കൊളസ്ട്രോള് നമ്മൾ ഇങ്ങനെ ഡേ ബൈ ഡേ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരം വണ്ണം വെക്കും. നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലെ ഷുഗറിന്റെ അളവ് കൂടുകയും ചെയ്യും. ഇതിന് പകരം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ എടുത്തൂടെ? ഈ ഷുഗറിനോടുള്ള ക്രേവിങ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. മാമ്പഴം നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷുഗറാണ്. ഡെയിലി മാമ്പഴം കഴിക്കണം എന്നല്ല, മാമ്പഴം ഫൈബറാൽ സമ്പന്നമാണ്. അപ്പൊ നമ്മൾ ഒരു 2 ദിവസം ഇടവിട്ടിട്ടൊക്കെ പഴുത്ത മാമ്പഴം കഴിക്കുന്നതിനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതേപോലെ ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറുത്ത മുന്തിരി നിങ്ങൾ രാവിലെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഈ പഞ്ചസാരയോടുള്ള അല്ലെങ്കിൽ ഷുഗർ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തോടുള്ള ക്രേവിങ്സ് കുറഞ്ഞു കിട്ടും. പിന്നെയോ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങൾ ഒരു ദിവസം 1 ടീസ്പൂൺ പഞ്ചസാര എടുത്തെന്ന് വിചാരിക്കുക. ഈ 1 ടീസ്പൂൺ പഞ്ചസാരയിൽ ഏകദേശം 16 കലോറി അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ 1 ടീസ്പൂൺ മാത്രമാണോ പഞ്ചസാര ഉപയോഗിക്കുക? നിങ്ങൾ ഒരു ദിവസം 10 ടീസ്പൂൺ പഞ്ചസാര യൂസ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ എത്രയായി? നിങ്ങൾ അറിയാണ്ട് തന്നെ 160 കലോറി നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു ദിവസം എത്തി. അങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ ഏകദേശം ഈ 160 കലോറി പഞ്ചസാര ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം കൊഴുപ്പും എത്രത്തോളം ഷുഗറുമാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങൾ 1 കിലോ കുറയണമെങ്കിൽ ഏകദേശം 3500 കലോറി ബേൺ ചെയ്യണം. നിങ്ങളെ കൊണ്ട് സാധിക്കും. നേരെ മറിച്ച് നിങ്ങൾ ഈ 160 കലോറി ഒരു ദിവസം ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് എത്ര കലോറി വരെ ബേൺ ചെയ്ത് പോകുന്നുള്ളതും അറിയാം. അതുകൊണ്ട് രാവിലെ നിങ്ങൾ വെറും വയറ്റില് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ പഞ്ചസാര കഴിക്കാനുള്ള ക്രേവിങ്സ് കുറഞ്ഞു കിട്ടും. മാത്രല്ല
നിങ്ങളുടെ വീട്ടിലേക്ക് ഈ പോയിസൺ അടുപ്പിക്കാതിരിക്കുക. ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾക്ക് കട്ടൻ ചായ കുടിക്കാം അല്ലെങ്കിൽ കട്ടൻ കാപ്പി കുടിക്കാം, മക്കളല്ലേ അവർക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കൊടുക്കാന്നുള്ളത് തെറ്റാണ്. ചെറുപ്പത്തിലേ അവരുടെ ബോഡിയിൽ നിങ്ങൾ ഷുഗറിന്റെ അളവ് കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ഇത് അവർക്ക് പല രീതിയിലുള്ള അവരുടെ ഡെയിലി ഹാബിറ്റ്സിനെ തന്നെ ഇത് ബാധിക്കും, ബുദ്ധി വളർച്ചയെ ബാധിക്കും. അവർക്ക് ക്രേവിങ്സ് കൂടും, പല ഫുഡിനോടും അവർ അഡിക്റ്റഡ് ആവും. അപ്പൊ നിങ്ങളെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിലും മുതിർന്നവരുണ്ടെങ്കിലും അവർക്ക് പരമാവധി പഞ്ചസാര ഇടാത്ത സാധനങ്ങൾ കൊടുക്കുക. ഇക്കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തടി വെച്ച് വന്നത്. കാരണം എന്താണെന്നറിയോ? ഓരോ ദിവസം അവർ ഓരോ ഫുഡ് ഐറ്റംസും പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ജ്യൂസ് ആയിട്ടായിക്കോട്ടെ, ബേക്ക്ഡ് ഐറ്റംസ് ആയിക്കോട്ടെ, ഇതിലൊക്കെ അവർ ഏറ്റവും കൂടുതൽ ആഡ് ചെയ്തിരുന്നതും പഞ്ചസാരയാണ്. പഞ്ചസാര വെച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസ്. അപ്പൊ അവര് പോലും അറിയാണ്ട് ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് അവർ പുറത്തിറങ്ങിയപ്പോ നല്ല വയറൊക്കെ ചാടി നല്ല തടിയൊക്കെ വെച്ച് ഉഷാറായിട്ട് വന്നു. കാരണം ഫിസിക്കൽ വർക്കൗട്ടും ഇല്ല. അപ്പൊ ഇത്രയും അധികം പഞ്ചസാര നിങ്ങളുടെ വയറിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പൊ ഇന്ന് തൊട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഈ വൈറ്റ് പോയിസനെ അടുപ്പിക്കാണ്ടിരിക്കുക. യാതൊരു വിധത്തിലും ന്യൂട്രീഷൻ വാല്യൂ ഇല്ലാത്തൊരു കാര്യമാണ്, എന്നാലോ ഹൈ കലോറി ഉള്ളതുമാണ്. ഏറ്റവും കൂടുതൽ ഡേഞ്ചർ എന്ന് പറയുന്നത് റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴാണ്. നിങ്ങൾ പുറത്ത് പോയിട്ട് KFC കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് കിട്ടുന്ന കെച്ചപ്പിലും സോസിലൊക്കെ ധാരാളമായിട്ട് ഈ റിഫൈൻഡ് ഷുഗർ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഷുഗർ കഴിക്കണം തോന്നുമ്പോൾ ചിലര് കാണാം ശർക്കരയോ കരിപ്പെട്ടിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം, പക്ഷെ ചെറിയ ക്വാണ്ടിറ്റിയിൽ. അതും പഞ്ചസാരയുടെ വേറൊരു വകഭേദം മാത്രമാണ്. അപ്പൊ ഇന്ന് തൊട്ട് നിങ്ങൾ പഞ്ചസാര ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബെല്ലി ഫാറ്റ് കുറഞ്ഞു കിട്ടും, നിങ്ങളുടെ ഫേസ് ലീൻ ആയിട്ട് നിങ്ങൾക്ക് കാണപ്പെടും. ഒന്നുമില്ല, ഒരു മാസം നിങ്ങൾ ആ പഞ്ചസാരയൊന്ന് അവോയ്ഡ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പാകത്തിനുള്ള പ്രകടമായിട്ടുള്ള ഒരു മാറ്റം കിട്ടും. ഷുവറാണ്, 100% ഗ്യാരണ്ടി. അപ്പൊ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ നല്ല അറിവുകളായിട്ട് ഞാൻ വരും. അതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, ബൈ.